MT ഹൈസ്കൂൾ തരം പഠിച്ച കുമരനെല്ലൂർ ഹൈസ്കൂളാണിത്. അന്നത്തെ പോലെ നല്ല സ്കൂൾ ആകെ മാറി. പണ്ട് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഹൈസ്കൂൾ തരത്തെ പറയാം. അല്ലെങ്കിൽ ഈ LP കഴിഞ്ഞാൽ പിന്നീട് ഈ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ഒക്കെ വേണം പഠിക്കാൻ. മലമക്കാവ് എലമെൻ്ററി സ്കൂളിൽ LP വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് MT നേരെ വരുന്നത് ഈ കുമരനെല്ലൂരിലെ ഹൈസ്കൂളിലാണ്. ഇവിടെ ഇപ്പോഴും ഈ സ്കൂളിൽ ഈ രജിസ്റ്ററൊക്കെ എടുത്ത് പരിശോധിച്ചാൽ MTയുടെ പേര് കാണും. ഇതെനിക്ക് തോന്നുന്നു തേർഡ് ഫോമിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. അതെ, തേർഡ് ഫോം A എന്നാണ് ഈ രജിസ്റ്ററിൽ കാണുന്നത്. 44, 43, 44 കാലഘട്ടത്തിൽ 44, 45 അല്ലേ, ആ കാലത്ത് ആണ് MT ഇവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ കാണാം 32ാമത്തെ ക്രമ നമ്പറായി പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസുദേവൻ MTയുടെ പേര് ഉള്ള അന്നത്തെ ഹാജർ നിലയെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്ററാണ്. 1944-45 വർഷത്തെ രജിസ്റ്ററാണ്. അതെല്ലാം ഇപ്പോഴും വലിയൊരു ശേഷിപ്പ് പോലെ തന്നെ, ഒരു ചരിത്ര ശേഷിപ്പ് പോലെ തന്നെ ഈ സ്കൂളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. MTയുടെ ഈ ഒരു വിയോഗം ഈ നാടിന് മുഴുവൻ ഉള്ളിരിക്കുമ്പോഴും ഈ MTയുടെയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളെല്ലാം ഇന്നും ഈ നാട്ടിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. MT പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ കാണുന്ന എല്ലാം. MTയുടെ ഓർമ്മകൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളെല്ലാം ഉള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിന് വിശിഷ്ടാംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തുഞ്ചൻപറമ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണിത്. ഈ സ്കൂളിലെ അലുമിനി രൂപീകരണം. അതെ, അദ്ദേഹം ഞങ്ങളുടെ അലുമിനി അസോസിയേഷൻ്റെ മെമ്പറാണെന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾ വിശിഷ്ടാംഗത്വം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനം തന്നെ തുടങ്ങി വെച്ചത്. നേരിട്ട് കണ്ടിട്ടാണ് സംസാരിച്ചത്. പിന്നീട് 10ാം ക്ലാസ്സിൽ ഇവിടുന്ന് 1ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടാണ് വിജയിച്ചു പോകുന്നത്. അതെ, അങ്ങനെ ഉണ്ടായത്. കാലത്ത് MT എല്ലാ രംഗത്തും ഇപ്പോൾ പ്രസംഗം, പ്രബന്ധം എല്ലാ മത്സരങ്ങളിലും 1ാം സ്ഥാനം നേടി. ഈ ഏറ്റവും വലിയ വായനക്കാരനായിരുന്നു. മാത്രമല്ല MT കിട്ടിയുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം കുമരനെല്ലൂർ ഹൈസ്കൂളത്തെ ഗ്രന്ഥശാലയെ പോലെ തന്നെ അതിലും വലിയ വിപുലമായിട്ടുള്ള ഒരു ഗ്രന്ഥാലയം അക്കിത്തത്തുണ്ടായിരുന്നു. അപ്പോൾ MTയും അക്കിത്തവും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നതിനെ ഈ കുമരനെല്ലൂരിൽ വെച്ചിട്ടാണ്. MTക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനായി അക്കിത്തം മാറുന്നത് ഈ ഗ്രന്ഥശാലയിലേക്കുള്ള യാത്ര, കുമരനെല്ലൂരിലേക്കുള്ള യാത്ര ഇവിടുന്ന് അവസാനിപ്പിക്കാതെ നേരെ അമേറ്റിക്കരയിലെ അക്കിത്തത്തിൻ്റെ തറവാട്ടിൽ പോയി അവിടെ ആ പത്തായപ്പുരയിലുള്ള വിശാലമായ ഗ്രന്ഥശാലയിൽ നിന്ന് MT വായിച്ച പുസ്തകങ്ങളാണ് അദ്ദേഹത്തിലെ എഴുത്തുകാരനെ രൂപപ്പെടുത്തിയതെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ആ നിലയ്ക്ക് കുമരനെല്ലൂർ തന്നെയാണ് MT എന്ന വിശ്വസാഹിത്യകാരനെ രൂപം കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ MT പഠിച്ച വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഏറെ അഭിമാനകരമാണ്. ഈ പഠനം കൊണ്ട് മാത്രമല്ല, കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ MTക്ക് വേറൊരു ബന്ധം കൊണ്ടുണ്ട്. MTയുടെ സഹോദരൻ MT ഗോവിന്ദൻ നായർ പഠിച്ചതും പിന്നീട് അധ്യാപകനും ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് ഇവിടെ തുടങ്ങി. കുമരനെല്ലൂർ സ്കൂളിലെ ഏത് പൂർവ്വ വിദ്യാർത്ഥിയോട് ചോദിച്ചാലും ആദ്യം MTയേക്കാൾ കൂടുതലായിട്ടെന്ന് തന്നെ പറയാം പേര് പറയുന്നത് MT ഗോവിന്ദൻ നായർ മാഷയാണ്. കാരണം കുമരനെല്ലൂർ സ്കൂളിൽ നിന്ന് ദേശീയ അധ്യാപക അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തിയാണ് MT ഗോവിന്ദൻ നായർ മാഷ്. അക്കാലത്ത് പഠിച്ച എല്ലാവരും ആദരപൂർവ്വം അല്ലാതെ ഓർക്കാൻ കഴിയാത്തൊരു പേരായിരുന്നു MT ഗോവിന്ദൻ നായർ മാഷയുടെ. ഇപ്പോൾ ഞങ്ങൾ ഈ സോനീറിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ രാമകൃഷ്ണൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം എഴുതി തന്നത് ഗോവിന്ദൻ നായർ മാഷയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അങ്ങനെ അക്കാലത്ത് പഠിച്ച എല്ലാവരുടെയും മനസ്സിലെ മായാത്ത ഓർമ്മയാണ് MT ഗോവിന്ദൻ നായർ മാഷ് എന്ന് പറയുന്ന MTയുടെ ജ്യേഷ്ഠ സഹോദരൻ. ഗോവിന്ദൻ നായർ മാഷും പിന്നീട് അക്കിത്തവും പിന്നീട് MTയും എല്ലാം ഈ കുമരനെല്ലൂർ ഹൈസ്കൂളിൻ്റെ വലിയ രീതിയിൽ യശസ്സ് ഉയർത്തിയിരുന്നു. MTയുടെ ഈ ഒരു വിയോഗം അത് ഇവരെല്ലാം വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും MTയുടെ എല്ലാം പേര് രേഖപ്പെടുത്തിയിട്ടുള്ള അന്നത്തെ ഈ ഹാജർ ബുക്ക് അത് ഇന്നും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും MTയുടെ നാട്ടുകാർ, പ്രത്യേകിച്ചും കൂടലൂരുള്ളവരെല്ലാം, കുമരനെല്ലൂരിലുള്ളവരെല്ലാം MTയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഓർമ്മകൾ കുമരനെല്ലൂരും ഈ കൂടലൂരുമെല്ലാം ഉയർന്നു വരികയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.